കോഴിക്കോട് നഗരത്തിലെ കെട്ടിടത്തിൽ ഇന്നലെ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. അതിന്റെ ആശങ്കയിലാണ് എല്ലാവരും. ഇതോടൊപ്പം തന്നെയാണ് ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 തവണയായി വലിയ തീപിടുത്തമുണ്ടായി. വലിയ സുരക്ഷാ വീഴ്ചയടക്കം ആരോപണം നേരിടുന്ന ഘട്ടത്തിലാണ് കോഴിക്കോട് നഗരത്തിലും തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നതടക്കം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്, ഏകദിന ഉപവാസം സംഘടിപ്പിക്കുകയാണ്. ടി സിദ്ദിഖ് MLA ആണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മോടൊപ്പം ടി സിദ്ദിഖ് MLA തന്നെ ചേരുന്നു. ഏതൊരു സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ 2 ആഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2 തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തത്തിന് ശേഷം ആ തീപിടുത്തത്തിന്റെ അന്വേഷണം കണ്ടെത്തി കുറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടി, ഇനിയൊരു തീപിടുത്തം വരാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള അലംഭാവവും പാളിച്ചയും വന്നിരിക്കുകയാണ്. മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇവിടെ പ്രോപ്പർ മെഡിസിൻസ് ഇല്ല. ഇവിടെ ഇൻഷുറൻസ്, സാമ്പത്തിക സഹായ പദ്ധതികൾ, ഇൻഷുറൻസ് അടക്കമുള്ളത് അവതാളത്തിൽ നിൽക്കുന്നു. ഇവിടെ MRI യൂണിറ്റ് പോലും പ്രവർത്തിക്കാത്ത ഗുരുതരമായ സാഹചര്യം. സ്റ്റണ്ട് അതുപോലെയുള്ളതായ ഉപകരണങ്ങൾ ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ടതായ സാഹചര്യം വരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് ഒരു ഫയർ യൂണിറ്റ് സ്ഥാപിക്കണം എന്നുള്ള ഡിമാൻഡും പ്രപ്പോസലും നിലനിൽക്കുകയാണ്. അതിനുള്ള നടപടിയില്ല. മലബാറിന്റെ സ്ഥിരാകേന്ദ്രമായ ഈ ആതുരാലയത്തെ ദയാവധത്തിന് വിട്ടുകൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ രോഗികൾ മുഴുവൻ വലയാണ്. ഈ പ്രക്ഷോഭം മുഖവിലക്കെടുത്തില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രക്ഷോഭം എത്തിക്കാനുള്ള നടപടി യൂത്ത് കോൺഗ്രസ് ഭാഗത്തുനിന്നുണ്ടാകും. ഈ വിഷയങ്ങൾ ഉയർത്തി തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതാണ് അക്കാര്യമാണ് MLA ഉന്നയിക്കുന്നത്. സുരക്ഷാ വീഴ്ച മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം ഉൾപ്പെടെ പരിഹരിക്കണമെന്ന് കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഏകദിന ഉപവാസത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ജയ്സൽ ബാബു, ഷബീർ ഓമർ, മീഡിയ.